ഈശ്വരനിലെ അടിയുറച്ച വിശ്വാസവും ദൃഢമായിട്ടുള്ള ഭക്തിയും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് പറഞ്ഞു തരുന്ന ഒരു കഥയാണ് കേട്ടോ. ഒരു നദിയുടെ തീരത്ത് അക്കരെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പൂജാ ആവശ്യങ്ങൾക്കായിട്ട് അഭിഷേകത്തിനായിട്ട് പാലിച്ചു കൊടുക്കുന്നത് ഒരു സാധുവായിട്ടുള്ള സ്ത്രീയായിരുന്നു. ആ സ്ത്രീയനായിരുന്നു ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം പാല് കൊണ്ടുവരാനായിട്ട് ഈ സ്ത്രീ കുറച്ച് താമസിച്ചു കേട്ടോ. എല്ലാ ദിവസവും നദിയുടെ അക്കരെ നിന്ന് വള്ളത്തിലൂടെയാണ് ഇക്കരയ്ക്ക് വരിക, ഈ ക്ഷേത്രത്തിലേക്ക് വരിക. അപ്പോൾ വരാനായിട്ട് കുറച്ച് താമസിച്ചു. അപ്പോൾ അവിടുത്തെ പുരോഹിതന് കുറച്ച് ദേഷ്യമൊക്കെ വന്നു. കാരണം അഭിഷേകത്തിന്റെ സമയമൊക്കെ തെറ്റിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നത് കേട്ടോ. അപ്പോൾ ഈ സ്ത്രീ വന്നപ്പോൾ ചോദിച്ചു, എന്താ അത്ര വരാനായിട്ട് നേരം വൈകിയതെന്ന്. ദേഷ്യത്തോട് കൂടി കുറച്ച് ഗൗരവത്തോട് കൂടിയിട്ടാണ് ചോദിക്കണതേ. അപ്പോൾ പറഞ്ഞു ഈ സ്ത്രീ, കടത്തുകാരൻ വരാനായിട്ട് കുറച്ച് താമസിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ വൈകിയതെന്ന് പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ചു. അപ്പോൾ ഈ പുരോഹിതൻ പറഞ്ഞു, കടത്തുകാരനെ കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നാമം ജപിച്ചുകൊണ്ട് ആ നദിക്ക് മുകളിലൂടെ നടന്നു കഴിഞ്ഞാൽ വേഗത്തിലെത്താം, അദ്ദേഹത്തിനെ കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ചെയ്തൂടെ എന്ന് ചോദിച്ചു കേട്ടോ. അദ്ദേഹം അത് ദേഷ്യത്തോട് കൂടിയിട്ട് ചോദിച്ചതാണ്, ഗൗരവത്തോടു കൂടി പറഞ്ഞതായതുകൊണ്ട് ഈ സാധുവായിട്ടുള്ള സ്ത്രീ വിചാരിച്ചു തനിക്ക് നൽകിയ ഉപദേശമാണ് എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം മുതൽ എന്നും നേരത്തെ തന്നെ ഈ സ്ത്രീ പാലുമായിട്ട് എത്തൂട്ടോ. കുറേ ദിവസം അങ്ങനെ മുടങ്ങാതെ നേരത്തെ എത്തുന്നത് കണ്ടിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇപ്പം നേരമൊന്നും വൈകുന്നില്ലല്ലോ, നല്ല കാര്യം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ സാധുവായിട്ടുള്ള സ്ത്രീ പറഞ്ഞു, അല്ല അങ്ങ് തന്നെയല്ലേ പറഞ്ഞത് നേരത്തെ വരാനായിട്ട്, നാമം ജപിച്ചുകൊണ്ട് നദിക്ക് മുകളിലൂടെ നടന്നു എന്നുള്ളത്. അതേപോലെ ഞാൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നേരത്തെ എത്തുന്നത്. ഇപ്പം കടത്തുകാരനെ ഒന്നും കാത്തു നിൽക്കാറില്ല ഞാനെന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ആശ്ചര്യമായി, ഈ സ്ത്രീ എന്താണ് ഈ പറയുന്നത്, എന്നാൽ അതൊന്ന് കാണട്ടെ എന്നായി. അങ്ങനെ നദിയുടെ കരയ്ക്കിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് ഈ സ്ത്രീ നാമം ചൊല്ലിക്കൊണ്ട് നദിക്ക് മുകളിലൂടെ പാദങ്ങൾ പോലും നനയാതെ നടക്കുന്നത് ഇദ്ദേഹം കണ്ടു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, സാധുവായിട്ടുള്ള ഒരു സ്ത്രീയാണ്, വിവരമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത കേവലം ഒരു സ്ത്രീക്ക് ഇത് സാധിക്കുമെങ്കിൽ എല്ലാം പഠിച്ചിട്ടുള്ള, പണ്ഡിതനായിട്ടുള്ള, മന്ത്രങ്ങളും വേദങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ള തനിക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്ന് വിചാരിച്ച് ഇദ്ദേഹം ആ സ്ത്രീ ചൊല്ലിയ അതേ മന്ത്രങ്ങൾ തന്നെ ഉരുവിട്ടുകൊണ്ട് നദിക്ക് മുകളിൽ കാലെടുത്ത് വെച്ചു. അപ്പോൾ കാല് വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി. അങ്ങനെ ഈ ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അങ്ങ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ വസ്ത്രം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മുണ്ട് ഉയർത്തി പിടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് സംഭവിച്ച അബദ്ധം അദ്ദേഹത്തിന് മനസ്സിലായത്. വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും നനയുമെന്ന് വിചാരിക്കില്ലല്ലോ, മുണ്ട് ഉയർത്തി പിടിക്കില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് തൻ്റെ തെറ്റ് മനസ്സിലായി. ഇത് തന്നെയാണ് നമ്മുടെ അടുത്തും പറയണത്, നമ്മുടെ വിശ്വാസത്തോട് കൂടിയിട്ട് ഭഗവാനെ വിളിക്കുക, ദൃഢമായ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ വിളിക്കുക, തീർച്ചയായിട്ടും ഭഗവാൻ വിളിയേക്കും. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഭഗവാൻ കേൾക്കും എന്നാണ് പറയുന്നത്.